ഇനി ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നവൻ്റെ എത്ര വെളിവില്ലാതാവണോ പറയണമെങ്കിൽ, അതായത് എല്ലാം വെറുതെ ഉണ്ടായി, ഇതൊക്കെ ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് കണ്ടിട്ട് വെറുതെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ എന്താ പറയുക, ജാഹിലുൻ മുറക്കബ് എന്ന് അറിയാം. അറബിയിലൊരു പ്രയോഗമുണ്ട്, അൽ ജഹലുൽ മുറക്കബ് എന്ന്. അതായത് വിവരമില്ല എന്നുള്ള വിവരം കൂടി ഇല്ലാത്തൊരവസ്ഥ. അതായത് അവനവന് വിവരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വിവരമില്ല എന്നുള്ളത് ഒരാൾക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ വിവരമില്ല എന്നുള്ള വിവരം കൂടി ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്തും പറയും. അതാണ് അൽ ജഹലുൽ മുറക്കബ് എന്ന് പറയാം അറബി. അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ വനഹ, നിങ്ങളാണ് വലിയ സൃഷ്ടി, അതല്ല ഈ ആകാശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അത് പടച്ചവൻ തന്നെ ഉണ്ടാക്കിയതല്ലേ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്, അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂറത്തു സുമർ ആരംഭിച്ചു. സുമർ എന്നാൽ കൂട്ടങ്ങൾ എന്നാണ് അർത്ഥം. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുന്ന ആ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് പറയുന്ന വചനത്തിൽ നിന്നാണ് ഈ സുമർ എന്നുള്ള പേര് ഈ സൂറത്തിന് വന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഈ സൂറത്തു സുമർ സൂറത്തു തൗഹീദ് എന്ന ഗണത്തിൽ പണ്ഡിതന്മാർ എണ്ണാറുണ്ട്. പ്രത്യേകിച്ച് അഖീദയുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ വളരെ സുപ്രധാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സൂറത്തായിട്ട് പരാമർശിക്കുന്ന സൂറത്താണെന്ത്, സൂറത്തു സുമർ. സൂവരി തൗഹീദ് അല്ലെങ്കിൽ തൗഹീദിൻ്റെ സൂറത്തുകൾ എന്നതിൽ ഇപ്പോൾ സൂറത്തു സുമർ, സൂറത്തു റാദ്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ സാധാരണ പണ്ഡിതന്മാർ എണ്ണാറുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ രണ്ടാമത്തെ ആയത്തിൽ ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, നിഷ്കളങ്കമായി ഏകനായ സൃഷ്ടാവിന് മാത്രം നിൻ്റെ ഇബാദത്തുകളെ, ആരാധനയെ നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞതിലൂടെ മനസ്സിലാക്കിയത്. ഇനി ഈ സൂറത്തിലെ 5-6 വചനങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഇടങ്ങളിലൊക്കെ 2 രൂപത്തിലുള്ള തെളിവുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് നഖലിയായ തെളിവ്, അതായത് അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ അവനെ എന്തുകൊണ്ട് ആരാധിക്കണം എന്നത് നമ്മെ പഠിപ്പിക്കുന്ന, സൂചിപ്പിക്കുന്ന വചനങ്ങൾ. രണ്ടാമത്തത് കൗനിയായ അല്ലെങ്കിൽ അഖലിയായ, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് വിവേകത്തോടു കൂടി അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള തെളിവുകൾ ആണ് കൗനിയായ, പ്രാപഞ്ചികമായ തെളിവുകൾ. അപ്പോൾ ഇനി പരാമർശിക്കുന്നത് ആ പ്രാപഞ്ചികമായ തെളിവാണ്. കാരണം ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവൻ ഏകനാണ്, അവന് മക്കളില്ല. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ആരെയും മകനായി അവന് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അവന് മക്കളില്ല, അവൻ ഏകനാണ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന വിഷയം സൂചിപ്പിച്ചതിന് ശേഷമാണ് ഈ വചനങ്ങൾ വരുന്നത്. കാരണം ഇത് അതിനുള്ള തെളിവാണ്. ഇതിൽ മനുഷ്യൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരിൽ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത കാര്യങ്ങളെയാണ് പരാമർശിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. അവൻ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വൽ അർദ്, ഭൂമിയെയും, ബിൽ ഹഖ്, അതൊരു സത്യമാണ്. ബിൽ ഹഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യ രൂപേണ അവനത് സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ജനിച്ചു വീണ മനുഷ്യനും അവകാശപ്പെടാൻ സാധിക്കാത്ത കാര്യം. കാരണം അവൻ ജനിക്കണതിൻ്റെ മുന്നേ ഭൂമിയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനും
ഇനി മനുഷ്യൻ എന്തെല്ലാം ജീവജാലങ്ങളെയും അതുപോലെ തന്നെ സൃഷ്ടിജാലങ്ങളെയും ഭൂമിയിൽ ആരാധിക്കുന്നുണ്ടോ ഒരാൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യം, ആകാശലോകങ്ങളെയും ഈ ഭൂമിയെയും സൃഷ്ടിച്ചവൻ സംവിധാനിച്ചവൻ അവനാകുന്നു. ആ ഒരൊറ്റ ഹക്ക് മാത്രം മതി എന്ത് ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കാൻ. ഇതിൽ ഈ ആകാശലോകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ഇന്ന് എത്തിയിട്ടുള്ള, അതായത് മനുഷ്യൻ്റെ പഠനവും അറിവും ഇന്ന് എത്തിയിട്ടുള്ള ആകാശലോകം ശരിക്കുള്ള ഈ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയിൽ അംശം മാത്രമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതായത് സൂര്യനും സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നതായ ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അത് ഉൾക്കൊള്ളുന്ന ഗാലക്സി ഇവിടെയൊക്കെ മനുഷ്യൻ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുപോലെയുള്ള അനേകം ഗാലക്സികളുണ്ട് എന്ന് മനുഷ്യന് അറിയാം, പക്ഷെ അതിലേക്കൊന്നും എത്തിപ്പെടാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. അപ്പം ഈ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചവൻ വൽ അർദ് ഭൂമിയെയും, ഇനി ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നവൻ്റെ എത്ര വെളിവില്ലാതാവണത് പറയണമെങ്കിൽ, അതായത് എല്ലാം വെറുതെ ഉണ്ടായി, ഇതൊക്കെ ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് കണ്ടിട്ട് വെറുതെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ എന്താ പറയുക, ജാഹിലുൻ മുറക്കബ് എന്നറിയാം. അറബിയിലൊരു പ്രയോഗമുണ്ട്, അൽ ജഹലുൽ മുറക്കബ് എന്ന്. അതായത് വിവരമില്ല എന്നുള്ള വിവരം കൂടി ഇല്ലാത്തൊരവസ്ഥ. അതായത് അവനവന് വിവരമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വിവരമില്ല എന്നുള്ളത് ഒരാൾക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ വിവരമില്ല എന്നുള്ള വിവരം കൂടി ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്തും പറയും. അതാണ് അൽ ജഹലുൽ മുറക്കബ് എന്ന് പറയാം അറബിയിൽ. എങ്ങനെ? അതെ അതെ, അത് അറബി പദമാണ് ശരിക്ക്. അതെ, ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ, അതന്നെ അതിൻ്റെ മലയാളം പദം. അത് ജഹലുൽ മുറക്കബ്. മുറക്കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിള് എന്നാണ് അറബിയിലുള്ള അർത്ഥം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിക്കും, ഒരു മനുഷ്യ വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നമ്മൾ ഓൾറെഡി പഠിച്ച സൂറത്തിൽ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കുന്നില്ലേ. ഇവിടെ പറയുന്നത് അസ്സമാവാത്ത് വൽ അർദ്, അനവധി സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്നത്, മനുഷ്യ ഈ ആകാശങ്ങളെക്കുറിച്ച് ഈ ഭൂമിയെക്കുറിച്ചും ചിന്തിച്ചിട്ട് അതിനൊരു സൃഷ്ടാവില്ല എന്നൊരു പോയിന്റിലേക്ക് നീ എത്തണമെങ്കിൽ പിന്നെ അവൻ എത്രത്തോളം അധപതിക്കണം. ഇത്രയും ബുദ്ധിയും വിവേകവും അറിവൊക്കെ മനുഷ്യന് പടച്ചവൻ കൊടുത്തിട്ട്. അപ്പോൾ ഖലഖസ് സമാവാത്ത് വൽ അർദ്, ഭൂമിയെയും, കാരണം ഭൂമി എന്ന് പറയുന്നത് തന്നെ ഒരു മഹാ അത്ഭുതമാണ്. അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ മുകളിൽ ഓരോ സംവിധാനങ്ങളും പിന്നെ സംവിധാനിച്ചിട്ടുള്ളതും. ഇനി യുകവ്വിറുല്ലൈല, കവ്വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ആവരണം ചെയ്യുന്നത്. അതിൽ തന്നെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഗ്ലോബ് എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ളതിനാണ് ഖുറ എന്ന് പറയും. യുകവ്വിർ എന്ന് പറഞ്ഞാൽ പൊതിയാന്നാണ്, ഒരു സംഗതിയെ പൊതിയാന്ന്. യുകവ്വിറുല്ലൈല അലൻ നഹാരി, പകലിൻ്റെ മുകളിൽ രാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു, രാവ് പകലിനെ പൊതിയുന്നു, പകൽ രാവിനെയും. വയുകവ്വിറുൻ നഹാറ അലല്ലൈൽ, ആ പകൽ രാവിനെയും പൊതിയുന്നു. ഈ പ്രയോഗത്തിൽ തക്വീർ, അതായത് എന്താ പറയുക, ഇതിൻ്റെ ഈ ഉരുണ്ട സ്വഭാവത്തെക്കുറിച്ചുള്ള സൂചന അതിലുണ്ട്. വല്ലാഹു ആലം. വേറെ എന്തൊക്കെ പ്രയോഗം ഉപയോഗിക്കുക? യുകവ്വിർ, അതായത് ഇതിൻ്റെ ചലനം, എന്താ പറയുക, തിരിയ ചലനം. അതാ യുകവ്വിർ, ഒരു സാധനം രാവ് വന്നിട്ട് പകലിനെയും പകൽ വന്നിട്ട് രാവിനെയും മൂടുന്ന രൂപത്തിലുള്ള പ്രതിഭാസം ഉണ്ടാകുന്നത് ഈ തക്വീറിലൂടെയാണ്. ഉരുളുക എന്നറിയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് രാവിനെ പകലിന് മേലും പകലിനെ രാവിൻ്റെ മേലും അത് ഉരുളുന്നു. ഉരുളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചലനത്തിനേക്കുള്ളൊരു സൂചന ആ പദത്തിലുണ്ട്, പ്രയോഗത്തിൽ. എനിവേ, ഇനി അതൊന്നുമില്ലാതെ സാധാരണ മനസ്സിലാക്കുന്ന കാര്യത്തിൽ മനസ്സിലാക്കിയാലും നമ്മളൊന്നാലോചിക്ക്, രാവും പകലും എന്ന പ്രതിഭാസം മാത്രം മനുഷ്യനെ വെളിച്ചം പോണം. അപ്പം
മനുഷ്യന് വെളിച്ചം നൽകുന്ന രൂപത്തിൽ സൂര്യനെ സംവിധാനിച്ചു. ഈ സൂര്യനെ സംവിധാനിച്ചതിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ജഅല ശംസ സിറാജൻ വ ഖമറന് എന്താണ് മുനീറ, അല്ലേ? അപ്പം ശംസ സിറാജൻ, പിന്നെ ഖമറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുനീറ. അതിൽ സിറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് എന്നാണ്. ഇന്ധനം കൊണ്ട് കത്തുന്ന സാധനമാണ് എന്ത്? വിളക്ക്. ഞാൻ പറഞ്ഞ ഓരോ പ്രയോഗത്തിലുള്ള ആ പ്രയോഗത്തിൻ്റെ വ്യാപ്തി ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. സൂര്യൻ കത്തുന്നത് ഇന്ധനം കൊണ്ടാണ്. അത് കത്തുന്നത് കൊണ്ടാണ് വെളിച്ചം കിട്ടുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നത് എത്ര കാലത്തിന് ശേഷം? ഇത് കത്താണ്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് സൂര്യൻ കത്തിയിട്ടാണ് ഈ വെളിച്ചം കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കാര്യങ്ങളും നടന്ന് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സ്ഥിരീകരിക്കപ്പെടുന്നത്. അതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്ത കാലത്താണ് സൂര്യനെക്കുറിച്ചുള്ള പ്രയോഗവും ചന്ദ്രനെക്കുറിച്ചുള്ള പ്രയോഗവും നമുക്ക് എടുക്കാം വിശുദ്ധ ഖുർആനിലുള്ള. ഒന്ന് ഷംസിനെക്കുറിച്ച് സിറാജ് എന്നാണ് പറഞ്ഞത്. സിറാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചത്തിന് വേണ്ടി ഇരുട്ടത്ത് കത്തിക്കുന്ന വിളക്കിനാണ് എന്ത് പറയുക? സിറാജ് എന്ന് പറയുക. തീ കൊണ്ട് കത്തിക്കുന്ന വിളക്കിന് സിറാജ്. റാന്തൽ ഒക്കെ പറയും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിനൊരു സിറാജാക്കി മാറ്റി. അതേപോലെ തന്നെ ഖമർ, എന്നാൽ ഖമറിനെ മുനീർ എന്നാണ് പറഞ്ഞത്, വെളിച്ചം ഉള്ളതാക്കി. അപ്പം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖമറിൽ നിന്ന് വെളിച്ചം മാത്രം വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റാണ്, അവിടെ തീയില്ല. എന്നാൽ അതേ സ്ഥാനത്ത് വിളക്ക് എന്ന പ്രയോഗം സൂര്യൻ ഉപയോഗിക്കുകയും ചെയ്തു. വിളക്ക് എന്നുള്ള പ്രയോഗം ചന്ദ്രൻ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കാതെ എന്തെന്നാണെങ്കിലും എന്തെങ്കിലും പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധമാകാൻ വളരെയധികം അനിവാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെത്രത്തോളം നിസ്സാരരാണെന്നും നമ്മൾ ഈ ജീവിതത്തിൽ ഓരോ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്നത് പല കാര്യങ്ങളും ഭൗതികമായി നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ചിലപ്പം ഒന്നുമില്ല ഒരു സ്ഥാനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ പലരും ഇങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഒന്നും വേണ്ട തനിക്കൊരു പരിഗണനയ്ക്ക് വേണ്ടി പലതും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ തന്നെ ഒരാൾ മാത്രമാണ് ആ മനുഷ്യൻ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റ് സൃഷ്ടിജാലങ്ങൾ, ആകാശം, ഭൂമി, അതിൻ്റെ സംവിധാനങ്ങൾ, അത് പ്രവർത്തിക്കുന്ന രീതി, ഈ മുഴുവൻ പ്രപഞ്ചവും സൃഷ്ടിച്ച റബ്ബിൻ്റെ സൃഷ്ടിയിൽ ഒരു നിസ്സാരനായ സൃഷ്ടി മാത്രമാണ് ആര്? ഞാനും നിങ്ങളൊക്കെ. അപ്പം അവൻ ആകാശലോകത്തെ സൃഷ്ടിച്ചവൻ. അത് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനഹ, നിങ്ങളാണോ വലിയ സൃഷ്ടി, അതല്ല ഈ ആകാശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് പടച്ചവൻ തന്നെ ഉണ്ടാക്കിയതല്ലേ എന്ന്. അപ്പം ഖലഖസ് സമാവാത്ത്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, വൽ അർദ്, ഭൂമിയുടെയും, ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപേണ അവയെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. യുകവ്വിറുൽ ലൈല അലൻ നഹാർ, രാവ് പകലിനെ പൊതിയുകയും പകലിനുമേൽ പൊതിയുകയും, യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ, അതുപോലെ തന്നെ പ്രഭാതം അല്ലെങ്കിൽ പകൽ അത് രാവിനെ പൊതിയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയണം വസഖറ ശംസ വൽ ഖമർ, സഖറ ഒരുക്കിത്തന്നു, അശംസ സൂര്യനെയും, വൽ ഖമർ ചന്ദ്രനെയും. ഈ ഒരുപാട് ഗ്രഹങ്ങളിൽ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയുമായിട്ട് എന്തുണ്ട്? ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യർക്ക് സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. അതിൽ പെട്ടതാണ് ഒന്ന്, സൂര്യനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം
ഈ സൂര്യനിൽ നിന്ന് മനുഷ്യന് പല നിലക്കും സൂര്യനെ ഉപയോഗപ്പെടുത്തും. മുമ്പ് കാലങ്ങളിലൊക്കെ മനുഷ്യൻ അവൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അത് സൂക്ഷിക്കുന്നിടത്ത് വരെ ഈ ഉണക്കി സൂക്ഷിക്കുന്നത് മുതൽക്ക് പിന്നെ നമുക്കറിയാം ഭൂമിയിൽ ഉണ്ടാകുന്ന ഓരോ ഭക്ഷണം അല്ലെങ്കിൽ ഈ ഭക്ഷണ പ്രക്രിയയിൽ അതിൻ്റെ ആ സൈക്കിൾ പൂർത്തിയാകണമെങ്കിൽ എന്ത് നടക്കണം? ഈ സൂര്യപ്രകാശത്തിലൂടെയുള്ള സസ്യങ്ങൾ അതിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയ നടക്കണം. അതെ, ഇത് നടന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഭക്ഷണമുള്ളൂ, ഇല്ലെങ്കിൽ ജീവൻ തന്നെ ഇല്ല. അപ്പം സൂര്യനെ ഒരുക്കി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പിൻകാലത്ത് പഠിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തു നിന്നാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് മനുഷ്യൻ പിന്നീട് ഭക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് ഇവിടെ ജീവൻ നിലനിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ പിൻകാലത്ത് പഠിച്ചു. പക്ഷെ അതിന് മുമ്പും സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യാപ്തി അത്ര ഉണ്ടാവും വാക്കുകളിലെ. അതിനപ്പുറത്തേക്കാണ് ഇന്ന് നമ്മൾ ഈ സോളാർ എനർജിയിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത രൂപത്തിലുള്ള എനർജികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചന്ദ്രനെയും, അതിൽ ചന്ദ്രൻ ഏറ്റവും സുപ്രകാരമായി മനുഷ്യനെ സമയം നിർണ്ണയിക്കുവാനുള്ള ഉപാധിയായി പടച്ചോൻ നിശ്ചയിച്ചു കൊടുത്തത് ചന്ദ്രക്കലകൾ. അതായത് ചന്ദ്രൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതായ അതിൻ്റെ കലകൾ. ആ കലകളിലൂടെ യസ്അലൂനക ഇല്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അവർ താങ്കളോട് ചന്ദ്രക്കലകളെക്കുറിച്ച് ചോദിക്കുന്നു. ആര്? സാധാരണ അറബികൾ. അവരോട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാകുന്നു അത്. അപ്പം സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് ഒരുക്കിത്തന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളും ഉപാധികളും അതിലുണ്ട്. ഈ സഹറ എന്നുള്ളതിന് രണ്ടാമത്തൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ അധീനപ്പെടുത്തി തന്നു എന്നാണ്. അധീനപ്പെടുത്തി തന്നു. അധീനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ നമുക്ക് വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതാണ് നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ പ്രാർത്ഥന പറയുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ, ഇത് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, അധീനപ്പെടുത്തി തന്നവൻ, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്തി തന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഇവിടെയാണ് നമ്മൾ ഈ സൂര്യൻ കൊണ്ട് മാത്രം ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഉപകാരങ്ങൾ ഒന്നും വേണ്ട. അവൻ്റെ ശരീരത്തിന് പോലും, അതായത് സൂര്യപ്രകാശം ലഭിക്കുന്നതിലൂടെ എന്തുണ്ടാവുന്നുണ്ട്, അവന് നേട്ടങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നർത്ഥം. അത്രയും വ്യാപ്തിയുള്ള വാക്കുകളാണ്. ഇതൊക്കെ നിശ്ചയിച്ച പടച്ചറബ് കുല്ലു യജ്രീലി അജലി മുസമ്മ, അവയിൽ ഓരോന്നും അവക്ക് നിർണയിക്കപ്പെട്ടൊരു സമയത്തിലേക്ക് മാത്രമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കണക്ക് വെച്ചിട്ട് സൂര്യൻ്റെ ഏകദേശം ഈ സൂര്യൻ്റെ ഇഞ്ഞയിൽ കത്താനുള്ള ഇന്ധനം അല്ലെങ്കിൽ എത്ര ഉണ്ട്, ഇതൊക്കെ പല കണക്കുകളും കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. സയൻസ് ബുക്കുകളിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ചില ബുക്കുകളിലൊക്കെ, മാറ്റാത്ത ബുക്കുകളിലൊക്കെ ഇപ്പോഴും അതന്നെ കാരണം. അതായത് സൂര്യനെ നിശ്ചലമായി നിൽക്കുകയും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ചുറ്റുകയും, സൗരയുധം, ആ സൗരയുധത്തിൽ കേന്ദ്രബിന്ദുവായിട്ട് സൂര്യനും, ആ സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അതിനെ ചുറ്റുന്നു എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ പഠിച്ച കാലത്ത് അതായിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ എല്ലാം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള. പക്ഷെ ഈ ചർച്ചകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പറയാണ് കുല്ലുൻ, എല്ലാം സഞ്ചരിക്കുന്നു. ഇനി അതൊന്നും നിങ്ങൾ എടുത്തു നോക്ക്, ഈ ഗ്രഹങ്ങളിൽ ഒന്നും നിശ്ചലമില്ല, എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ആലോചിച്ച്, ആകാശലോകം, അതിലെ ഭൂമി, പിന്നെ അതിൽ നിങ്ങളെ സംബന്ധിച്ച സൂര്യൻ, ചന്ദ്രൻ, ഇതിനൊക്കെ സംവിധാനിച്ചു തന്നു. കുല്ലു യജ്രി, എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലി അജലിൻ മുസമ്മ, അതാണ് ഒരായത്തിൽ വതറൽ ജിബാല, നീ പർവ്വതങ്ങളെ, ഒരു മനുഷ്യങ്ങനെ പർവ്വതങ്ങളെ നോക്കുന്ന ഒരു ഇമാജിനേഷൻ. വതറൽ ജിബാല തഹ്സബുഹ ജാമിദതൻ, നീ ഇങ്ങനെ ഒരു പർവ്വതത്തെ നോക്കുമ്പോൾ നീ ആ പർവ്വതത്തെ നോക്കിക്കാണുന്നത് തഹ്സബുഹ ജാമിദ, ബലിഷ്ഠമായി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതമായി നീ കാണുന്നു. വഹിയ തമുറു മർറ സഹാബ്, പക്ഷേ അതൊരു മേഘം സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരായത്ത് നിങ്ങളൊന്ന് സുബ്ഹാനല്ലാഹ്, നിങ്ങളാലോചിക്കുക, നമ്മൾ ഒരു പർവ്വതത്തെ നോക്കുമ്പോൾ ആ പർവ്വതം എന്ത് ചെയ്യാണ്, അവിടെ ബലിഷ്ഠമായി
ഒരു നിലക്കും അനക്കാൻ പോലും സാധിക്കാത്ത വിധം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന മാതിരി നമുക്ക് അനുഭവപ്പെടുന്ന ആ പർവ്വതം യഥാർത്ഥത്തിൽ വഹിയ തമുറു മർറ സഹാബ്, അത് മേഘം സഞ്ചരിക്കുന്ന രൂപത്തിലുള്ള സഞ്ചാരം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പർവ്വതം കറങ്ങൂലേ? അത്രയും വേഗത്തിൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ നിനക്കത് എന്ത് ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നത്. തഹ്സബുഹ, നീ കരുതുന്നത് അത് ബലിഷ്ഠമായി അവിടെ നിൽക്കുന്ന ഒരു പർവ്വതം, അത് സഞ്ചരിക്കുന്നില്ല, പക്ഷെ അത് മേഘം സഞ്ചരിക്കുന്ന പോലെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അനവധി ആയത്തുകൾ ഇതിലൊക്കെ. കുല്ലു യജ്രി, എല്ലാം സഞ്ചരിക്കും. ലി അജലിൻ മുസമ്മ, നിർണയിക്കപ്പെട്ട ഒരു കാലത്തേക്ക് വരെ മാത്രം. അതിനൊരു സമയമുണ്ട്, ആ സമയം വരെ എല്ലാം സഞ്ചരിക്കുക, കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. എന്നിട്ട് പറയണം അലാ ഹുവൽ അസീസുൽ ഗഫാർ, ആ എല്ലാം സൃഷ്ടിച്ചവനായ ആ പടച്ചവനുണ്ടല്ലോ, സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവയുടെ സമയം നിർണയിക്കുകയും ചെയ്ത ആ പടച്ചവൻ, രാവിനെയും പകലിനെയും ഒക്കെ സൃഷ്ടിച്ചവൻ. അല, അവനല്ലയോ, ഹുവ അവൻ, അൽ അസീസ് പ്രതാപവാനും, അൽ ഗഫാർ അങ്ങേയറ്റം പൊറുക്കുന്നവനും. അവനോട് പ്രാർത്ഥിക്കുക. അതിനും വേണമൊരു ഭാഗ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഈ നിഷേധിയായ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരേണ്ടത് അല്ലേ? അതായത് ഈ പടച്ച റബ്ബ് ഇത്രയും അനുഗ്രഹങ്ങളെ അയാൾക്ക് ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ട് എന്നിട്ട് ആ സൃഷ്ടിച്ച റബ്ബിനെ എന്ത് ചെയ്യുക, നിഷേധിക്കുക. എന്നിട്ട് പറയണം ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. എന്തതിനർത്ഥം? ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ, അല്ലെങ്കിൽ ഖലഖക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്ന്. ഒരാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. മനുഷ്യരുടെ ആദിമ മനുഷ്യൻ, അതായത് ആദ്യത്തെ മനുഷ്യൻ. കൃത്യമായിട്ടൊരു ആൻസർ ഉണ്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഞാനിതിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ അതിനുള്ള മറ്റൊരു ആൻസർ നിങ്ങൾ കൊണ്ടുപോകും. അവർക്കില്ല, അവർക്കൊരു ആൻസറും ഇല്ല. ആൻസർ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനുഷ്യനെ പറഞ്ഞിരുന്നു, ഒരു നഫ്സിൽ നിന്നാണ്, ഒരു മനുഷ്യനിൽ നിന്നാണ് പടച്ചവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻഹാ സൗജഹ, പടച്ച റബ്ബ് ആ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനിൽ നിന്നും അവൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തു. സുമ്മ ജഅല മിൻഹാ സൗജഹ, അവൻ്റെ സൗജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇണ. അപ്പം ഈ ഇണ എന്ന് പറഞ്ഞ ആണ് പിന്നെ മിൻ കുല്ലി ഷൈഇൻ സൗജൈൻ അല്ലേ? എല്ലാത്തിൽ നിന്നും ഇണകൾ. ഇതും വലിയ അത്ഭുതമാണ്. നിങ്ങൾ എന്ത് സംഗതി എടുത്തു നോക്ക്, അതിൽ പോയി. ഇനി അതല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ വരെ ചെറിയ ആറ്റങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വരെ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ അവിടെ കാണാൻ സാധിക്കും. ഈ ഇണ എന്ന് പറഞ്ഞ സ്വഭാവം എല്ലാത്തിലും പടച്ചോൻ നിശ്ചയിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചവൻ. വഅൻസല ലക്കും, അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. മിനൽ അൻആമി, അൻആമുകളിൽ നിന്ന്. അൻആമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇണക്കി വളർത്തുന്ന മൃഗങ്ങൾക്കാണ് അൻആം പൊതുവെ പറയാം. മാംസത്തിനും പാലിനും വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങൾക്കാണ് എന്ത് പറയുക, ഈ അൻആം എന്ന് പറയുക. ഇപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ ഈ പാല് കുടിക്കാൻ പറ്റില്ല, അത് പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടികൾക്കുള്ളതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോ ദിവസം ഓരോ ഐറ്റായിട്ട് വരികയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നോടുകൂടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുള്ള കാലം മുതൽക്ക് മനുഷ്യന്മാരെന്ത് കുടിക്കുന്നുണ്ട്? പാൽ കുടിക്കും. മനുഷ്യൻ്റെ ഇതിന് പകരം എന്താ? അതായത് മനുഷ്യൻ്റെ ഭക്ഷ്യഘടനയിൽ ഭക്ഷ്യസുരക്ഷാറൊരു സാധനമുണ്ട് വലിയ. അപ്പം മനുഷ്യന് ഏറ്റവും ലളിതമായി ലഭ്യമാകുന്ന സാധനങ്ങളിൽ പെട്ടതാണ് എന്ത്? ഈ കന്നുകാലികളും എന്നുള്ള പാലും അതിൻ്റെ മാംസവും ഒക്കെ. അത്രയും കാലം മുതൽക്ക് ഇന്ന് നമ്മൾ കാണുന്ന മറ്റുള്ള പല ഭക്ഷ്യ വിഭവങ്ങളൊക്കെ വരുന്നതിന് മുന്നേ മനുഷ്യനെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? പാല്. അവിടെ നമ്മൾ ഒറ്റ സംഗതിയാണ് ഈ ഭക്ഷണം, ഇതിൻ്റെ എല്ലാ ചർച്ചയും
ഒറ്റ കാര്യമുള്ളൂ. അതായത് ഒന്നെന്താ വെച്ചാൽ ഹലാലാവണം, രണ്ട് ത്വയ്യിബാവണം. ഹലാലൻ ത്വയ്യിബൻ. മൂന്നാമത്തെ കാര്യം ഹലാലും ത്വയ്യിബാണ് എന്ന് വിചാരിച്ചിട്ട് മൂക്ക് മുട്ട തിന്നാൻ പാടില്ല. എന്താണ്? തിന്നുന്നതിൽ ഇസ്രാഫ് കാണിക്കരുത്, അമിതത്വം ഉണ്ടായിരുത്, മാന്യമായേ തിന്നാൻ പാടുള്ളൂ. ഇതുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അത്രേ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചർച്ച എടുത്താൽ ഇപ്പോൾ ഈ അനാമുകൾ ഇറക്കി തന്നു. അനാമുകളിലെ ഏറ്റവും മനുഷ്യന് ഗുണമുള്ള സാധനമാണ് അതിൻ്റെ നെയ്യ് എന്ന് പറയുന്നത്. അതിൻ്റെ നെയ്യ് ബനൂ ഇസ്രായേലിയർ അക്രമം കാണിച്ചതിൻ്റെ പേരിൽ ഷുഹൂം അഥവാ അതിൻ്റെ നെയ്യ് അവർക്ക് വിലക്ക പടച്ചം ചെയ്തത്. അക്രമം കാണിച്ചവർക്ക് വിലക്കുന്നതിനാ ഒരു ശിക്ഷയായിട്ടാണ് അവർക്ക് വിലക്കുന്നത്. അപ്പം നല്ലതായതുകൊണ്ടല്ല അവർക്കത് വിലക്കിയത്, ശിക്ഷയായിട്ട് വിലക്കിയപ്പോൾ. അപ്പോൾ ഈ ഷഹ്മ് അല്ലെങ്കിൽ ഇതിൻ്റെ നെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെന്താണ്? ഭയങ്കര ഗുണമുള്ള സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളോട് പറയാം അതിൻ്റെ നെയ്യ് തൊടാനേ പാടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാനേ പാടില്ല. അപ്പോൾ എന്താ, മാംസം എടുക്കുകയാണെങ്കിൽ നെയ്യൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബനൂ ഇസ്രായേലിയരോട് പറഞ്ഞത് അതിൻ്റെ നെയ്യ് ഒരുക്കും കഴിക്കാൻ പാടില്ല, മാംസം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ സ്വയം ഉണ്ടാക്കുന്നതായ സംഗതികളാണ്. പക്ഷെ അങ്ങനെയുള്ള ഇതില്ല എന്നർത്ഥം. ഇവിടെ വഅൻസല ലക്കും മിനൽ അൻആമി, അൻആമുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കി തന്നു സമാനിയത്ത് അസ്വാജ്, 8 ഇണകളെ. ഈ 8 ഇണകളെ എന്നുള്ളത് മനുഷ്യന് ഏറ്റവും പ്രയോജനകരമായി അല്ലാഹു സുബ്ഹാനഹു തആല അൻആമുകളായിട്ട് അവന് ഇറക്കി കൊടുത്ത ഇനങ്ങളെയാണ് അതിൽ സൂചിപ്പിച്ചത്. ഇത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതാണ് മിനദ്ദഅനി ഇസ്നൈൻ, അതായത് ദഅനിൽ നിന്ന് കോലാട്, അതേപോലെ മൈസ് ചെമ്മരിയാട്, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് ദഅന് ഇസ്നൈൻ, മൈസ് ഇസ്നൈൻ, വമിനൽ ഇബിൽ ഇസ്നൈൻ, വമിനൽ ബഖരി ഇസ്നൈൻ. അതായത് കോലാട്, ചെമ്മരിയാട്, അതുപോലെ തന്നെ പശുവർഗത്തിൽപ്പെട്ടവ, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ വർഗത്തിൽപ്പെട്ടവ, ഇതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഇരണ്ടായി ഇറക്കി, ഇണകളായി അവയെ ഇറക്കി എന്നർത്ഥം. അത് മനുഷ്യരുമായിട്ട് ചേർന്ന് മനുഷ്യരെ അവലംബിച്ചും അതുപോലെ തന്നെ മനുഷ്യർ അവയെ അവലംബിച്ചും ജീവിക്കുന്ന രൂപത്തിലുള്ള മനുഷ്യന് പ്രയോജനകരമായ ഈ മൃഗങ്ങളെയും അവന് നൽകി. ആണ് സമാനിയത്ത് അസ്വാജ്. അസ്വാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണകൾ എന്നർത്ഥം. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്. യഖ്ലുഖുകും, അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു, രൂപപ്പെടുത്തുന്നു, ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ, ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഫീ ദുലുമാതിൻ സലാസ്, 3 ഇരുട്ടുകൾക്കുള്ളിലായിക്കൊണ്ട്, അല്ലെങ്കിൽ 3 ഇരുട്ടറകൾക്കുള്ളിലായിക്കൊണ്ട്. അതായത് ഒന്ന് മാതാവിൻ്റെ വയറ്, പിന്നെ അതിനുശേഷം വരുന്ന ഗർഭപാത്രം, അതേപോലെ തന്നെ അതിൻ്റെ ഗർഭപാത്രത്തിനുള്ളിലുള്ള ഫ്ലൂയിഡ്. ഇങ്ങനെ പൂർണ്ണമായി ഒരു ഇരുട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കുഞ്ഞ് കഴിയുന്നത്. അതാണ് ഫീ ദുലുമാതിൻ സലാസ്, 3 ഇരുട്ടറകൾക്കുള്ളിൽ എന്ന് പറയും. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷാധികാരിയായ റബ്ബ് അല്ലാഹ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മറ്റു ഓരോ ഭാഷകളിൽ ഏത് ഭാഷകളിലാണ് ആ ഭാഷകളിലൊക്കെ പ്രയോഗിക്കുക. പക്ഷെ അള്ളാഹ് എന്നുള്ള പദത്തിന് കുറച്ചും കൂടെ എന്തുണ്ട്, ആ ഭാഷാപരമായി ഈ ഏകനായ സൃഷ്ടാവിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ക്വാളിറ്റീസ് അള്ളാഹ് എന്നുള്ള അറബിക് വേർഡിനുണ്ട്. കാരണം അത് ബഹുവചനം ഇല്ലാത്ത വേർഡാണ്. അപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞാലോ, ദൈവം എന്ന് പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവം എന്നുള്ള പദത്തിന് ദൈവങ്ങൾ എന്തുണ്ട്, ബഹുവചനമുണ്ട്. അപ്പോൾ ഇവിടെ
അവനാകുന്നു നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ഇലാഹ്, ആരാധ്യൻ. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, സർവ അധികാരവും അവന് മാത്രമാകുന്നു. ശരിക്കും അറബിയിൽ എങ്ങനെ എഴുതുക? അൽ മുൽക്കു ലഹു എന്നാ വരിക. സെൻറ്റൻസ് എഴുതുമ്പോൾ മുബ്തദ കഴിഞ്ഞിട്ടാണ് ഖബർ വരിക. ഇതൊരു ജുംല ഖബരിയ എന്ന് പറയും. ഒരു ഭാഷയിൽ 2 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ടാവുക. ഒന്ന് ഫിഅല് കൊണ്ട് തുടങ്ങുന്നത്, അതിനാണ് ജുംല ഫിഅലിയ എന്ന് പറയുക. മറ്റൊന്ന് ഇസ്മു കൊണ്ട്, നൗണ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ്, അതിനാണ് നമ്മൾ എന്താ പറയുക? ജുംല ഇസ്മിയ എന്നറിയുക. ഈ ജുംല ഇസ്മിയയിലെ ഫസ്റ്റത്തെ വേർഡ് മുബ്തദവും രണ്ടാമത്തെ വേർഡ് ഖബറും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അത്താലിബു മുജ്തഹിദുൻ, ദ സ്റ്റുഡൻറ്റ് ഈസ് ഹാർഡ് വർക്കിംഗ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പം അത്താലിബു ദ സ്റ്റുഡൻറ്റ്, രണ്ടാമത്തത് ആ സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്, അതിനാണ് ഖബർ എന്ന് പറയുക. ആ കുട്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ ഒരു സെൻറ്റൻസ് ആവും. അറബി ഭാഷയിലും ശരിക്ക് അൽ മുൽക്കു ലഹു എന്നാണ് സാധാരണ നിലക്ക് പറയുക. അധികാരം അവനുള്ളതാകുന്നു എന്നാണ് പറയുക. പക്ഷെ ഇവിടെ എങ്ങനെ പറഞ്ഞത്? ലഹുൽ മുൽക്കു. ഈ രണ്ടാമത്തേനെ ആദ്യത്തേക്കിട്ട്, അത് അറബി ഭാഷയിൽ തഖ്ദീമുൽ ഖബർ എന്ന് പറയും. ഖബറിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവരിക. അത് ഭാഷയിൽ അങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ലിൽ ഹസർ, ഈ അധികാരം അവനിൽ പരിമിതപ്പെട്ടു. ഇപ്പം സർവാധികാരി എന്ന് പറയുന്ന ഒരാൾ പടച്ചവനല്ലാതെ ഇല്ല. സർവാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി പടച്ചവനല്ലാതെ പ്രയോഗിക്കാൻ പാടില്ല. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാഹിൻ ഷാ ഹദീസിലുള്ളതാണ്, മലിക്കുൽ മുലൂക്ക് എന്ന് നിങ്ങൾ പറയരുത്. രാജാതിരാജ, ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാജാതിരാജൻ എന്ന് പടച്ച റബ്ബിനെ കുറിച്ചല്ലാതെ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാജാതിരാജൻ എന്ന് പറയാൻ പാടില്ല. അയാൾ രാജാതിരാജനാന്ന് പറയാൻ പാടില്ല. മലിക്കുൽ മുലൂക്ക് എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഷാഹിൻ ഷാ എന്ന് പറയാൻ പാടില്ല. ഈ ഷാ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജ്യങ്ങളിൽ രാജാവിനെ സൂചിപ്പിക്കുന്ന പദമാണെന്ത്? ഷാ ആണല്ലോ. നമ്മളെ നാട്ടിലൊക്കെ ഈ പേർഷ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ മുഗളന്മാരുടെ ഇതിലൊക്കെ നോക്കിയാൽ ഷാ എന്നുള്ള കുറേ കാണാൻ പറ്റും. ആണ് ഷാ ജഹാൻ ഒക്കെ ഉള്ള. അപ്പോൾ ഷാഹിൻ ഷാ എന്നെന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. അത് ഹദീസിൽ അങ്ങനെ തന്നെ വന്നു, ഷാഹിൻ ഷാ പറയാൻ പാടില്ല. അപ്പോൾ അന്ന് കാലത്ത്, അവരെ കാലത്ത് ഈ ഷാ എന്നുള്ള ഭരണാധികാരികളൊക്കെ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഷാഹിൻ ഷാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭരണാധികാരിയാക്കാണ് ഈ ഷാഹിൻ ഷാ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പടച്ചോനെ കുറിച്ചിട്ടല്ല ഷാഹിൻ ഷാ എന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാകുന്നു പരമമായ അധികാരം. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി ഒരാളും തന്നെയില്ല. ഫഅന്നാ തുസ്റഫൂൻ, എന്നിട്ടും നിങ്ങൾ വഴി തെറ്റിപ്പോകുന്നതെങ്ങനെ? ഈ ചോദ്യത്തെക്കുറിച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ലി തൗബീഹി വ തഅജ്ജുബ്, 2 കാര്യങ്ങളാണ്. ഒന്ന് നിന്ദ്യതയും, രണ്ടാമത്തത് തഅജ്ജുബ്. എന്നിട്ട് എത്രമാത്രം ലളിതമായി നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് എന്നിട്ടും മനുഷ്യ നീ എങ്ങനെ വഴി തെറ്റിപ്പോകുന്നു, അതിലുള്ള ഒരു അത്ഭുതം. അതായത് എങ്ങനെ അത് സംഭവ്യമാകാം, മനുഷ്യനെങ്ങനെ വഴി തെറ്റാം. ഫഅന്നാ തുസ്റഫു, രണ്ടാമത്തെ തൗബീഹ്, എത്ര നീചമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്, ഇത്ര ലളിതമായി നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട്. അപ്പം വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനോട് അഭിസംബോധന ചെയ്ത് പറയുന്നത് എന്തേ ഉള്ളൂ? നിന്നെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ആകാശലോകങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ. പിന്നെ മനുഷ്യന് വിശുദ്ധ ഖുർആനിലൂടെ ലഭിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എവിടുന്ന് ആരംഭിച്ചു, അതിൻ്റെ തുടക്കം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മനുഷ്യന് ഈ നഖലിയായ മറുപടി നൽകുന്നത്. അത് നഖലിയാണ്. അത് നഖലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച് തന്ന ഇന്ന രൂപത്തിലാണ് എന്ന് നമുക്ക് നൽകിയ അറിവ്. അത് നമുക്ക് വിവേകത്തിലൂടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആക്കലിലൂടെ നമ്മളെ ബുദ്ധിയിലൂടെ ചിന്തിച്ചാലോചിച്ചുണ്ടാക്കി മനസ്സിലാക്കാനൊന്നും കഴിയില്ല, കാരണം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അഖലിയായ കുറേ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ പെട്ടതാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ നമ്രൂദിൻ്റെ അടുത്തേക്ക് പോയ വേളയിൽ നമുക്കറിയാം അവിടെ എന്തുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല
ജീവിപ്പിക്കുക മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് ഞാനും ചെയ്യല്ലോ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്കും കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്നാൽ പടച്ചോൻ സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യ്, നിനക്കതിന് കഴിയുന്നല്ല പറഞ്ഞേ, എന്നാൽ ഇന്നൊന്ന് പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കുമെന്ന് പറഞ്ഞു. ഫബുഹിത്തല്ലദീ കഫർ. അപ്പോൾ നിഷേധിയായ ആ മനുഷ്യൻ ആളുകളുടെ മുന്നിൽ എന്തായി, അയാളുടെ എന്താ പറയുക, അയാൾ പരിഹാസ്യനായി, അയാളുടെ കഴിവുകേട് വെളിപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ഇതിൽ ഒരു മനുഷ്യൻ്റെ ഒരു കൈകടത്തലുകളും ഇല്ലാത്ത സംഭവങ്ങളെക്കുറിച്ചാണ് ഇതിലെന്ത് ചെയ്തിട്ടുള്ളത്, പടച്ചവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏകനായ സൃഷ്ടാവിലേക്ക് അടുക്കുവാനും മനസ്സിലാക്കാനുമുള്ള അഖലിയായ അവൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന തെളിവുകളാണെന്നർത്ഥം. നോക്കി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.